മനസ്സിന്റെ പൂമുഖവാതിൽ തുറന്നിടുന്നു. എന്റെ മനസ്സിന്റെ പൂമുഖവാതിൽ തുറന്നിടുന്നു. നിൻ സ്നേഹസൽസരം എൻ ഹൃദയേ വന്ന് നിത്യം നിത്യം മുട്ടിടുമ്പോൾ എന്റെ മനസ്സിന്റെ പൂമുഖവാതിൽ തുറന്നിടുന്നു. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഊർജ്ജസ്വലനായ ഒരു ക്രൈസ്തവ യുവാവ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് വരണ്ടുപോയതുപോലെ തോന്നുന്നു എന്ന്. ഒരു കാലത്ത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്ത് കുതിർത്ത ഹൃദയമാണെങ്കിലും ഇപ്പോൾ വരണ്ടുപോയിരിക്കുന്നു. അങ്ങനൊരു തോന്നൽ മിക്ക വിശ്വാസികളുടെ ജീവിതത്തിലും ഈ അവസ്ഥ ഉണ്ടാകാം. എന്തായിരിക്കാം അതിന് കാരണം? പ്രാർത്ഥനയുടെ കുറവ്, ആകുല ചിന്ത, ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം, സ്വന്തം ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരോട് കരുതൽ ഇല്ലാത്തവരായി പ്രവർത്തിക്കുക, സ്വാർത്ഥത തുടങ്ങിയവ ഹൃദയത്തെ വരണ്ട ഭൂമിയാക്കി മാറ്റും. പ്രാർത്ഥനയിൽ പോലും സ്വാർത്ഥത കാണിക്കുന്ന വിശ്വാസി ഉണ്ട്. അവർക്ക് പ്രാർത്ഥിപ്പാനുള്ളത് സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം. എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തിന് മാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ മതിയെന്ന പല വിശ്വാസികളും ചിന്തിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രാർത്ഥനയിൽ പോലും മുന്തി നിൽക്കുന്നത് സ്വാർത്ഥതയല്ലേ? ജീവിതത്തിൽ കടന്നു പോകേണ്ട അനേക പരുക്കൻ പാതകൾ ഉണ്ടാവാം. എങ്കിലും ഒരു വിശ്വാസിക്ക് അവയെ നേരിടുവാനുള്ള ഉൾക്കരുത്ത് നേടിയെടുക്കുവാൻ സാധിക്കും. ഒരിക്കലും പറ്റാത്ത ശക്തിയുടെ ഉറവിടം കണ്ടെത്തുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:38. കർത്താവിൻ്റെ അടുക്കൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും നമുക്ക് വേണ്ട ശക്തിയുടെ ദാഹജലം ലഭിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വരൾച്ച ഇല്ലാതാക്കുന്നതിന് ജീവജലത്തിൻ്റെ ഉറവിടമായ യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. സാത്താനോട് എതിർക്കാത്ത വിശ്വാസിയോട് സാത്താൻ ശക്തമായി പോരാടാറില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുമെന്ന് ശത്രുവിന് ഭീതിയുള്ള ദൈവമക്കളെയാണ് ശത്രു ഏറ്റവും അധികം ഉപദ്രവിക്കുന്നത്. അതിനാൽ ശത്രുവിൻ്റെ ഉപദ്രവങ്ങൾ വർദ്ധിക്കുമ്പോൾ ഓർക്കേണ്ടത് നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നതാണ്. എന്നാൽ പരീക്ഷകൾ ഒന്നുകൂടി നമ്മെ ശുദ്ധീകരിക്കുന്നതിനും വിനയപ്പെടുത്തുന്നതിനും ആണ് എന്ന് ഓർക്കണം. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത് വെള്ളി പോലെ. സങ്കീർത്തനം 12:6. വെള്ളിയും പൊന്നും ശുദ്ധി ചെയ്യുന്നതിന് ഉല എപ്രകാരം ആവശ്യമായിരിക്കുന്നുവോ അപ്രകാരമാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾക്കും കഷ്ടതകൾക്കും ഉള്ള സ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയും പ്രയാസവുമാണ് നമ്മെ ശുദ്ധീകരിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നത്. ജീവിതത്തിലുണ്ടായ കഷ്ടതയുടെ അനുഭവത്തിൽ സമാധാനത്തിൻ്റെ ശക്തി കണ്ടെത്തിയ ജൂഡി എന്ന വനിതയെക്കുറിച്ച് ഡേവിഡ് എ. റെയ് എന്ന വ്യക്തിയുടെ സാക്ഷ്യം ഇപ്രകാരമാണ്. തങ്ങളുടെ പ്രശ്നങ്ങളാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് കരുതാത്തവർ കാണുകയില്ല. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ജൂഡി. അവളുടെ ഭർത്താവ് 34-കാരനായ ഒരു യുവാവ്. ഒരു രാത്രിയിൽ ബോബ് എഴുന്നേറ്റ് നടക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് വിശദമായ പരിശോധന നടത്തി. എങ്കിലും വിശേഷാൽ ഒരു രോഗവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. മറ്റൊരവസരത്തിലും ഈ വിധത്തിൽ സംഭവിച്ചു. എങ്കിലും പരിശോധനയിൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബോബിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ക്യാൻസർ മുഴ ഉണ്ടെന്ന് കണ്ടെത്തി.
ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാം എന്ന് മാത്രം ഡോക്ടർമാർ പറഞ്ഞു. ജൂഡി തകർന്നുപോയി. അവർക്ക് 3 ചെറു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ജൂഡി തൻ്റെ വിഷമതകളും വേദനകളും കർത്താവിൽ അർപ്പിച്ചു. അവൾക്ക് വേണ്ട ശക്തി ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ഇനി നമുക്ക് ജൂഡിയുടെ വാക്കുകളിൽ കൂടി എന്തു പറഞ്ഞു എന്ന് നോക്കാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇനിയും ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നതിന് ദൈവം എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കഷ്ടങ്ങളിൽ ദൈവശക്തി പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. നഹൂം 1:7. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് പൂർണ്ണ സമാധാനം നൽകുന്നു. യെശയ്യാവ് 26:3. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. വിലാപങ്ങൾ 2:19 വായിക്കുന്നത്, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. പകരുക എന്നാൽ ഒഴിക്കുക എന്ന അർത്ഥം. ഒന്നും ഉള്ളിൽ ബാക്കി വയ്ക്കാതെ എല്ലാം ദൈവത്തോട് പറയണം. ഹന്ന ശീലോവിൽ വെച്ച് തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. 1 ശമൂവേൽ 1:15. നമ്മുടെ ദുഃഖം, ഭാരം, ആഗ്രഹം, ജീവിതത്തിലെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കാം. അവൻ നമ്മളുടെ സങ്കേതമാകുന്നു, കഷ്ടകാലത്തെ ഏറ്റവും അടുത്ത തുണയുമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമായി നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. എനിക്ക് തുണയായി അവിടുന്ന് ഉണ്ടായിരിക്കണമേ. ആമേൻ. ഞാനുറങ്ങും